നമസ്കാരം, ഞാൻ അഭിജിത്ത് എസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും അവോയ്ഡ് ചെയ്ത് കളഞ്ഞ കാര്യങ്ങളായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ കയ്യിൽ വിരലുകളിൽ ചെറിയ വൈറ്റ് പാച്ചസ് ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, നിങ്ങളുടെ പല്ല് തേക്കുന്ന സമയത്ത് പല്ലിൽ കൂടെ ചെറിയ ബ്ലഡ് വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ്, നമ്മൾ മൂലകങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം, ഇതിന്റെ എല്ലാം കുറവ് രേഖപ്പെടുത്തുന്നതിന് ശരീരം നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ആണ്, ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മൊബൈൽ എടുക്കുകയാണ്, പണ്ടത്തെ കീപാഡ് മൊബൈൽ എടുക്കുകയാണ്. നമ്മൾ മിക്കവരും കീപാഡ് മൊബൈലുകളെല്ലാം ഉപയോഗിച്ച് വരുന്ന വ്യക്തികളാണല്ലോ. സോ കീപാഡ് മൊബൈലിൽ അത് ചീത്താവുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും 2-3 കീ വർക്കാവത്തില്ല, ഇല്ലെങ്കിൽ ആ ഡിസ്പ്ലേയുടെ ഇടയിൽ കൂടെ എന്തെങ്കിലും വരയോ അല്ലെങ്കിൽ ക്രാക്കോ വെള്ളപ്പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നതാണ്, ഈ മൊബൈൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, നിങ്ങൾ ഇതിപ്പോൾ ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളത് മൊബൈൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഇതേ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെതിരെ വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം അല്ലെങ്കിൽ കഴിക്കണം. സോ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി പോകുന്ന 10 ലക്ഷണങ്ങളെ പറ്റിയും ആ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങളെ പറ്റിയും നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, വിറ്റാമിൻസ് ഗുളികളെ പറ്റില്ല ഞാൻ പറയുന്നത് കേട്ടോ. വിറ്റാമിൻസും കാൽഷ്യവും അങ്ങനെ പലതരത്തിലുള്ള മിനറൽസ് നൽകുന്ന ഭക്ഷണ വസ്തുക്കളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതുപോലെ ഇടുന്ന ഇൻഫോർമേഷൻസും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. സോ സബ്സ്ക്രൈബ് ബട്ടൺ എനാബിൾ ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മളിൽ ചിലവരെങ്കിലും നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ സുഹൃത്തുക്കളോ വിറ്റാമിൻ ടാബ്ലറ്റ്സോ കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ ഇതിന്റെ കുറവ് മൂലം എടുക്കുന്നുള്ളതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് എക്സാമ്പിൾ ജിമ്മിലൊക്കെ പോകുന്ന വ്യക്തികൾ. സോ ഈ ആളുകളോട് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ചെറിയൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചുറ്റുപാടും നമുക്ക് ഇതിന്റെ കുറവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം പല കാര്യങ്ങളും നമുക്കായിട്ട് ചൊരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഉദാഹരണമാണ് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികൾ. ഈ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കിയാലോ, അതിലെല്ലാ കണ്ടന്റും ഒരുപോലെ പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ പിറകെ പോകേണ്ട ആവശ്യം വരുന്നില്ല. സോ നമ്മുടെ വീട്ടിൽ ഇച്ചിരിയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങളുടെ അമ്മ നൽകുന്ന ഭക്ഷണം നിങ്ങൾ പൂർണ്ണമായിട്ട് കഴിക്കുക. ഈ ലോക്ക്ഡൗണിൽ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെ അതാണ്. വെളിയിൽ ഓൺലൈനായിട്ട് ഫുഡ് ഡെലിവറിങ് ആപ്പ് ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും വീട്ടിൽ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് ഇരിക്കുക. നഗരത്തിൽ താമസിക്കുന്ന ചിലവരെങ്കിലും അത് കണ്ടു കാണും, ചിലവരല്ല മിക്കവരും കണ്ടു കാണും. നമ്മുടെ അയൽവാസികളും ഈവൻ നമ്മൾ പോലും വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ആപ്പിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, നമ്മൾ ഇത് കണ്ടിട്ടെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കുക. അതൊക്കെ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു പരിധി വരെ മാറ്റി വയ്ക്കുന്നത് നമ്മളുടെ ശരീരത്തിന് നമുക്ക് നല്ലതാണ്. എൻ്റെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പറയാം. സോ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ മടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കഴുത്ത് ഇങ്ങനെ മടക്കുന്ന സമയത്തോ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൈ നമ്മൾ മുട്ട് മടക്കുന്ന സമയത്തോ ഇരുന്ന് മുട്ട് മടക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കാൽഷ്യം ഡെഫിഷ്യൻസി കൂടുതലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ കാര്യങ്ങൾ ഗവനിക്കാണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടി ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അതായത് മസിൽസിലും ജോയിൻസിലെല്ലാം നല്ല പെയിൻ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാൽഷ്യം നമ്മൾ ശ്രദ്ധിക്കുക. കാൽഷ്യം എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതിലെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മമ്മ പണ്ട് ഇതുപോലെ ആഹാരം കഴിച്ചതിന് ശേഷം വെറ്റില ഇടിച്ച് അതിൽ ചുണ്ണാമ്പ് മുക്കി ചവയ്ക്കുമായിരുന്നു. ഞാനിതിപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മമ്മയ്ക്ക് ഇതുപോലെ വെറ്റിലേക്ക് ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഇതുപോലെ ഈ ചുണ്ണാമ്പ് അടിച്ച് ചവയ്ക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യമാണ് അവർ ഇൻടേക്ക് ചെയ്യുന്നത്, എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബേസിക്കലി നമ്മൾ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ ന്യൂ ജനറേഷനിൽ പോയി ചുണ്ണാമ്പ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കിട്ടുന്ന ഒരു പരിപാടിയല്ല. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ കണ്ടന്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലുണ്ടല്ലോ, പാല് കുടിക്കുക. അത് പാല് കുടിക്കുന്നതും ഈ രാവിലെയുള്ള പാല് കുടിയേക്കാൾ നല്ലത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കുക. മാത്രമല്ല, പാൽ ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അതായത് ബട്ടർ, ചീസ്, അതുപോലുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. പനീർ പോലുള്ള സാധനങ്ങളെല്ലാം സൂപ്പറാണ്. അത് വെച്ചിട്ട് ഓരോ കറികളെല്ലാം മേക്ക് ചെയ്ത് അത് കഴിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്നും പെട്ടെന്നൊരു മോചനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ സിംപ്ലി ചുണ്ണാമ്പ് ചെറിയ പെട്ടിക്കടയിലൊക്കെ വാങ്ങി കിട്ടും.
കുറച്ച് ചുണ്ണാമ്പ് എടുത്ത് തൈരിൽ കലക്കി മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ഇതിൽ നിന്ന് പെട്ടെന്നൊരു മോചനം നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്തൊരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത്, ഇത് മിക്കവരും അവഗണിച്ച് കളയുന്ന ഒരു ലക്ഷണമാണ്. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മുടെ പല്ലിൽ നിന്നും എന്തെങ്കിലും കുറച്ച് ബ്ലഡ് വരുന്നത്, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ പല്ലിൽ നിന്ന് ബ്ലഡ് വരുന്നത്, ഇത് നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കർവി എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഇതുപോലെ ബ്ലഡ് വരുന്നത്. ഈ സ്കർവി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സിന്റെ കുറവ് നിങ്ങളുടെ ശരീരത്തിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ വിറ്റാമിൻ സിന്റെ കെമിക്കൽ നെയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർബിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഈ ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച്, നാരങ്ങ, തണ്ണീർമത്തൻ, ബ്രൊക്കോളി എന്ന് പറയുന്ന സംഗതി നിങ്ങൾ വലുതായിട്ട് കണ്ടു കാണില്ല. സിംപ്ലി നമുക്ക് പെട്ടെന്ന് വിപണിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക അച്ചാറിട്ടതോ അല്ലെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നെല്ലിക്ക പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. സോ നെല്ലിക്ക കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫൺ ഫാക്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പച്ചക്കറികളിലൂടെ ഈ ഒരു വിറ്റാമിൻ സി ഒരിക്കലും എടുക്കാൻ സാധിക്കത്തില്ല. സോ പച്ചക്കറി നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിറ്റാമിൻ സി എന്ന് പറയുന്നത് പച്ചക്കറി പാകം ചെയ്യുന്ന സമയത്ത്, അതായത് ചൂടാക്കുന്ന സമയത്ത് ആ വിറ്റാമിൻ സി അതിൽ നിന്നും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഐറ്റംസ്, എസ്പെഷ്യലി ഈ നെല്ലിക്ക പോലുള്ള സംഭവങ്ങൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകത്തുള്ളൂ. മൂന്നാമതൊരു സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നഖത്തിന്റെ സൈഡിലായിട്ടുള്ള തൊലി ജസ്റ്റ് നമ്മളൊന്ന് തൊടുന്ന സമയത്ത് ഇളകി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തോ, അല്ലെങ്കിൽ തന്നെ കൊച്ചിലെ തന്നെ കൂടുതൽ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. സോ ബയോട്ടിൻ കണ്ടന്റ് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുട്ടയാണല്ലോ. മുട്ട ഒരു ദിവസം ഒരു 2 മുട്ടയെങ്കിലും വെച്ച് കഴിക്കാൻ നോക്കാം. കൊച്ചു കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. കൊളസ്ട്രോൾ പോലുള്ളവർ, അസുഖങ്ങളുള്ളവർ കഴിക്കരുത്. മുട്ട 2 എണ്ണമെങ്കിലും ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ തൈരുണ്ടല്ലോ, തൈരിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിക്കുന്നതും ഈ ബയോട്ടിൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതിന് സഹായിക്കും. കുറെ ആളുകൾ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ബയോട്ടിൻ കണ്ടന്റ് കുറവാവുന്നതനുസരിച്ച് മുടി കൂടുതൽ പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഹെയർ ബ്ലസ് പോലത്തുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അതെല്ലാം നിർത്തിയിട്ട് ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശീലിക്കാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നഖത്തിൽ നടുക്കായിട്ട് വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ള കളർ പാടുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സിങ്ക് എന്ന് പറയുന്ന മിനറലിന്റെ കുറവ് ഏറെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ സിങ്കിന്റെ കണ്ടന്റ് നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാൾനട്ട് പോലുള്ള നട്ട്സ് ഐറ്റംസ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. നട്ട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൾനട്ട്, പീനട്ട്, കാഷ്യൂനട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, പെട്ടെന്ന് നമ്മുടെ കടയിൽ നിന്നും കിട്ടുന്ന ഒരു വസ്തു ഏതാണ്, അല്ലെങ്കിൽ സിങ്ക് ഐറ്റം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പയറുവർഗ്ഗങ്ങളാണ്. ഈ മുളപ്പിച്ച പയറൊക്കെ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ സിങ്കിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് വരും. സിങ്കിന്റെ കണ്ടന്റ് കുറവ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവും കുറയും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ അളവ് കുറയുന്നതനുസരിച്ച് താടി വളരുന്നതൊക്കെ കുറവായിട്ട് വരും. സിങ്ക് മിനറൽ കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പറയേണ്ട 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വായിൽ പുണ്ണ് വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, എക്സാമ്പിളായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണിത്. സോ വായിലൊക്കെ പുണ്ണ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ബി എന്ന് പറയുന്ന കണ്ടന്റ് കുറയുന്നതനുസരിച്ചിട്ടാണ് ഈ കുറെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. സോ വിറ്റാമിൻ ബി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. B1, B2, B3, B4 എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് കൂടുതലായിട്ട്. ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിസ്സ, ബർഗർ, അങ്ങനെ പല തരത്തിലുള്ള വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന പല വസ്തുക്കളും ഈ വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ടെത്തിക്കുന്നതിന് സഹായിക്കുന്നു. വിറ്റാമിൻ ബി എടുക്കുന്നതിന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ അമ്മ വെച്ച് തരുന്ന ഭക്ഷണം എന്താണോ അത് പൂർണ്ണമായിട്ട് കഴിക്കുക. അതിപ്പോൾ ഒരു അവിയലാണെങ്കിലും തോരനാണെങ്കിലും അതിലുള്ള എല്ലാ കണ്ടന്റും നമ്മൾ പൂർണ്ണമായിട്ടും ഭക്ഷിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു വിറ്റാമിൻ ബി എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നിന്ന് മാറാൻ സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മുഖം എടുക്കുന്ന സമയത്ത് മുഖം പെയിലായിട്ട്, അതായത് വിളർച്ച വരുന്നത് പോലെ അല്ലെങ്കിൽ കളർ മങ്ങിയത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറയുന്നതനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. സോ ഈ കണ്ടന്റ് നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിലൂടെ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ പോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നതനുസരിച്ച് നമുക്ക് അയൺ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടും. ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ
അമ്മമാര് പണ്ട് വീട്ടിൽ അയൺ കൊണ്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള പാൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ പാനിൽ നമ്മളിപ്പോൾ മുട്ട പൊരിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോശ ചുടുന്നതനുസരിച്ചിട്ടല്ല, ആ പാൻ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരും. സോ നിങ്ങൾ നോൺ സ്റ്റിക്കിലോട്ടൊക്കെ മാറുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കേണ്ട കാര്യം, വീട്ടിൽ ഒരു അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ദോശ ചുടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മുട്ട വേവിക്കുന്നതായിക്കോട്ടെ ഇതെല്ലാം അതിൽ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടും. ഇനി ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ നടക്കാൻ പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഓടാൻ പോകുന്നതാണെങ്കിലൊക്കെ നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുമല്ലോ. സോ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ജോഗിങ്ങിന് പോകാമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിലടുത്തുള്ള റോഡിലോട്ടെങ്കിലും നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകാമല്ലോ. അതിനുള്ള അനുമതി ആക്ച്വലി ഗവൺമെൻറ് തരുന്നുണ്ട്. സോ അങ്ങനെ ജോഗിങ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റും കൂടാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണ് ചെറുതായിട്ട് വീങ്ങുന്നത് പോലെ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്ന് മലയാളത്തിൽ പറയും, സിറോഫ്താൽമിയ, അങ്ങനെയുള്ള കുറേ അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഐ എന്ന് വേണമെങ്കിലും പറയാം. വിറ്റാമിൻ എയുടെ വേറൊരു പേരാണ് ബ്രൈറ്റ് ഐ. സോ ഈ വിറ്റാമിൻ എയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യ്, ചീസ്, വെണ്ണ, അതുപോലുള്ള ബട്ടർ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം, എണ്ണ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഈ വിറ്റാമിൻ എ എന്ന് പറയുന്ന കുറവ് കൂടുതലായിട്ട് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ ഇപ്പം കണ്ണാടി പോയി നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇപ്പം ഈ ഒരു 25 വയസ്സായിരിക്കും അല്ലെങ്കിൽ 30 വയസ്സായിരിക്കും, ചിലപ്പം ഒരു 35 വയസ്സിന് മേലുള്ള ഒരാളുടെ മുഖം എങ്ങനെ ഇരിക്കും അതുപോലെ വയസ്സായതുപോലെ തോന്നിക്കും. സോ ഇത് തോന്നിക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ്റെ കുറവൊന്നുമല്ല, നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ സിംറ്റംസ് കാണിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ എക്സസൈസ് ചെയ്യാണ്ടിരുന്നാലോ അല്ലെങ്കിൽ ജോഗിങ് പോലുള്ള സംഗതികൾ നമ്മൾ ചെയ്യാണ്ടിരുന്നാലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നാലും ഈ ഒരു വിളർച്ച പോലുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. കൂടുതൽ ഏജ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നിക്കും. സോ നമ്മൾ പൂർണ്ണമായിട്ടും വീട്ടിലുള്ള ഭക്ഷണം, അത് ഇലക്കറികളാണെങ്കിൽ ഇലക്കറികൾ, പച്ചക്കറികളാണെങ്കിൽ പച്ചക്കറികൾ, അതെല്ലാം നമ്മൾ കഴിച്ച് വീട്ടിലെ ആഹാരം കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ മുടങ്ങാണ്ട് ചെയ്യാനും ശ്രമിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂപ്പിലെല്ലാം അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനാബിൾ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ഉടനടി എത്തുന്നതിന് അത് സഹായിക്കും. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിലൂടെ സൈനിങ് ഓഫ്, അഭിജിത്ത്. നമസ്കാരം, ഞാൻ അഭിജിത്ത്.